ലാസറേ, 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 എന്തിനാ ലാസറിനെ കണ്ടോ? ഇല്ല, കണ്ടില്ല. എന്ത് പറ്റി? പ്രിന്റർ കംപ്ലൈന്റ് ആയതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഒരു പ്രിന്റ് എടുക്കാൻ കൊടുത്തു വിട്ടു. ഇതുവരെ കാണാനില്ല അവനെ. എവിടെയെങ്കിലും അലഞ്ഞിരുന്ന് ചായ കുടിക്കാൻ വല്ല പോയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ ഫോൺ വിളിച്ച് എടുക്കണില്ല. എടുക്കണില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലേ? നമ്മളെ തന്നവര് വിളിക്കുന്നതോടെ 24 മണിക്കൂർ ഫോണും കൊണ്ടല്ലേ വന്ന് നടക്കുള്ളൂ. അതെനിക്കറിയാം. എനിക്കിപ്പോ ഇത് അത്യാവശ്യമാണ്, അതുകൊണ്ടല്ലേ പറഞ്ഞത്. എവിടെയെങ്കിലും അലഞ്ഞിരുന്ന് വന്ന് കയറിക്കൊള്ളൂ. നമ്മൾ ഇന്നലെ ഷോയ്ക്ക് പിച്ച് ചെയ്തില്ലേ മറ്റേ പ്രൊഡക്ഷൻ ഹൗസിന്? അതിന്റെ എഗ്രിമെന്റ് പേപ്പറാണ്. അത് ഒപ്പിട്ട് കൊടുത്താലേ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അയ്യോ, അതൊക്കെ പണിയാവൂല. ഒരു കാര്യം ചെയ്യും, വേറൊരു പെൺഡ്രൈവിൽ സാധനം എടുത്ത് ഞാൻ പ്രിന്റ് എടുത്തിട്ട് വരും. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരും. ജോമി സാറ് ഭയങ്കര ചൂടിലാണല്ലോ. നിങ്ങളെ കൂടാതെ മൂന്നാമതൊരു വെണ്ട ഇല്ലേ ഇവിടെ? അവനെ കാണുന്നില്ല. ആരെ? ലാസറിനെയോ? അവനോട് പോയി എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഒരു പ്രിന്റ് എടുക്കാൻ പറഞ്ഞു വിട്ടാണ്. ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. ഓ, എന്തോ ഭയങ്കര സംഭവം നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ജോമി അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് ഞങ്ങളുടെ ഭാഗത്തേക്ക് തിരികെ കൊള്ളാം. നല്ല പണിക്കാരികളാ കേട്ടോ. മുതലാളി ഇവിടെ കിടന്ന് തൊണ്ട കയറി വിളിച്ചപ്പോ എന്തെന്ന് വന്ന് ചോദിച്ചാൽ വായിന്ന് മുത്തു ഒഴിഞ്ഞു പോകാനൊന്നും പോണില്ല. അയ്യോ, അതുകൊണ്ടല്ല. ഞങ്ങൾ ആക്ച്വലി ബഹളം കേട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോ ഞങ്ങൾ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടോ ജോമി കിടന്ന് ബഹളം വെക്കുന്നത്. അതും കൂടെ വെറുതെ ഞങ്ങൾ വാങ്ങി വെക്കണ്ടേ. നല്ല ഉത്തമ പണിക്കാരികൾ കേട്ടോ. നന്നായി വരും, നിങ്ങൾ നന്നായി വരും. ഈ ഫോൾഡറിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് എല്ലാ ഫയലും ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് എടുത്തു. ഞാൻ ഇപ്പോൾ വരാം. പിന്നെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, ഓപ്പൺ ചെയ്യല്. കണ്ടിട്ട് ഡിലീറ്റ് ചെയ്യണ്ടേ? എന്ത് വിളിച്ചുകൊണ്ടിരിക്കണേ? പണിയൊന്നുമില്ല. ഇഷ്ടംപോലെ ജോലിയുണ്ട്. ഞങ്ങൾ ജോമിയുടെ ശബ്ദം കേട്ടിട്ട് വന്നതാ. എന്നിട്ട് എന്റെ ശബ്ദം എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് കരകരപ്പുണ്ട്. ഈ മെഡിക്കൽ ഷോപ്പിൽ എന്തോ ഒരു മിഠായി ഗുളി കിട്ടുമല്ലോ, എന്റെ പേരുണ്ടായിരുന്നു. അത് വാങ്ങിച്ച ശരിയാവേണ്ടതാ. മോളെ മീനു ഒന്നിങ്ങ് വന്നേനി. വാങ്ങിച്ചു കഴിക്കണേ, ശരിയാവും കേട്ടോ. ഒരൊറ്റ ഒരെണ്ണം നല്ലത് ഇതിനകത്തില്ല. എങ്ങനെ വരും? മുതലാളിയുടെ സ്വഭാവം തൊഴിലാളിക്കും വരും. നിനക്കെന്തിരി വയ്യേ? മീനു, ഞാൻ നിന്നോടൊരു സംശയം ചോദിക്കട്ടെ? അയ്യോ, ഇവിടെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള വല്ല സംശയം ദൈവത്തോർത്ത് എന്നോട് ചോദിക്കട്ടെ. ഇതിൽ കാണുന്നത് എന്താണെന്ന് എനിക്ക് ഇതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. നീ അതോർത്ത് ഒട്ടും പേടിക്കണ്ട. ഞാൻ ബുദ്ധിപരമായ ജോലി സംബന്ധിച്ചുള്ള ഒരു കാര്യം നിങ്ങൾ ചോദിക്കാൻ പോകുന്നില്ല. ആ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസം. യു ക്യാരി ഓൺ ചോദിച്ചു. നമ്മൾ ഇന്ന് താഴെ വെച്ച് ലാസ്റ്ററിനെ കണ്ട സമയത്ത് നിനക്ക് അവന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയുള്ളതായിട്ട് തോന്നിയോ? അങ്ങനെയൊക്കെ ചോദിച്ചാ, അതായത് നമ്മൾ താഴെ വെള്ളം എടുക്കാൻ പോയപ്പോ അവനെ കണ്ടപ്പോ എന്തെങ്കിലും തോന്നിയോന്ന്? എനിക്കെന്ത് തോന്നാനോ? ഓ എന്റെ പൊന്നു മീനു, അതല്ല, അവന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തോന്നിയോന്ന്? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെ. നീ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റൂ. ഓ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. ലാസർ ഇപ്പോൾ വെറും മണ്ടനായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തട്ടി കളിക്കാൻ പറ്റി വെറും ഒരു കോമാളിയാണല്ലോ ഞാനല്ലേ? എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. നീ വെച്ചോ. എനിക്കെന്താ പറ്റിയ? എനിക്കൊന്നും പറ്റാ? എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ചുമ്മാ പറയണ്ട. എനിക്കെന്തോ പറ്റിയിട്ടു. ചേടാ, എനിക്ക് എന്തെങ്കിലും പറ്റിയോ ഇല്ലയോ എന്ന് എന്നേക്കാൾ കൂടുതൽ നിശ്ചയം നിങ്ങൾക്കാണോ? കണ്ടോ ഇങ്ങനൊന്നും ഒച്ചയുർത്തി പോലും സംസാരിക്കാത്ത ആളായിരുന്നു ഈ ലാസർ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒച്ചയോട് സംസാരിച്ചിട്ടുള്ളൂ ഇതുവരെ. ഞാനൊരു മനുഷ്യനാണ്, മനസ്സിലായോ? എൻ്റെ ശബ്ദം ഉയരും. വീട്ടിൽ രേഷ്മ ലാസർ പറഞ്ഞിട്ട് കേട്ടില്ലേ? അവൻ്റെ ശബ്ദം ഉയരും, അവന് മനസ്സിലാവും. അയ്യോ എടാ, എന്റെ ചെവിയിലൊന്നും നോക്കിക്കുന്നേ. എന്തേടി? എന്താ? എന്തെങ്കിലും കയറി ഇരിപ്പുണ്ടോ? ഇല്ല, ഒന്നും കാണുന്നില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇവ പറഞ്ഞ എന്താ ഞാൻ കൃത്യമായിട്ട് കേട്ടു. നീ ഇങ്ങനെ കിടന്ന് എക്കോ എടുപ്പിക്കട്ടെ കേട്ടോ. അതെ, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് വേറെ പണിയുണ്ട്. ചുമ്മാ കിടന്ന് കൊഞ്ചു. ചായ കുടിച്ചിട്ട് പോകും. ലാസറിന് എന്തോ പ്രശ്നമുള്ളതായിട്ടേ എനിക്ക് രാവിലെ തന്നെ തോന്നിയത്. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ
എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ എനിക്കും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ ഒന്നും കാണാത്തതിന് വേറെ കാരണമൊന്നും തരയണ്ട. മനസ്സിലായില്ലേ? ഹീസ് ഇൻ ട്രബിൾ. ഹീസ് ഇൻ സീരിയസ് ട്രബിൾ. നീ ഇങ്ങനെ മാസമായിട്ട് ഡയലോഗ് അടിക്കാതെ കാര്യം ഒന്ന് വ്യക്തമായിട്ട് പറയൂ. എടി, അതായതേ അവൻ ആകെപ്പാട് എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. ആ പ്രശ്നത്തിൽ നിന്ന് അവൻ ഊരി പോരാൻ പറ്റാതെ അത് കിടന്ന് കുരുങ്ങി കളിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾക്കൊന്നും തോന്നാണ്ടായി കാരണം? ഓ, മാറ്റങ്ങോട്ട്. അവൻ താഴെ കഫറ്റീരിയയിൽ വെച്ച് ഫോണിൽ സംസാരിക്കുന്നത് നീ കേട്ടതല്ലേ? ആ, ആരോടും എന്തൊക്കെയോ ഇങ്ങനെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ, അല്ലേ? എന്നിട്ട് ഫോണ് വച്ച് കഴിഞ്ഞിട്ട് അവൻ കരഞ്ഞത് നീ കണ്ടതല്ലേ? ശരിയാ, ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അവൻ തൂവാരി എടുത്ത് കണ്ണു കൊടുക്കണം, ഞാനേ കണ്ടുള്ളൂ. ആ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ലാസർ അവന് പോലും പരിഹരിക്കാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. വെറുതെ അല്ല അവൻ ഈ ഓഫീസിന്റെ പരിസരത്ത് പോലും ഇപ്പോൾ വരാത്തത്. പാവല്ലേ, എന്ത് പ്രശ്നമായിരിക്കും എന്നാലത്? ധ്യാനത്തിലാണോ? കണ്ടുപിടിക്കും, കണ്ടുപിടിച്ചിരിക്കണം. ജൂട്ട് പോലെ കവ്വ കാട്ട്. നീ എന്തേ നോക്കണേ? ഇവിടെ കൃത്യം ഇവിടെ വെച്ചാണ് ലാസർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോറി. ഇവിടെ കൃത്യം ഇവിടെ വെച്ചാണ് ലാസർ തിരിഞ്ഞു നിന്ന് കണ്ണിരത്തിലുള്ള തുറച്ചത്. നോട്ട് ചെയ്യട്ടെ. ഓ യെസ്, ഓഫ് കോഴ്സ്. എന്താ ഇവിടെ ആ കണ്ണൂർ തുള്ളികൾ ഉണ്ടായിരുന്നെങ്കിൽ ടീനായിട്ട് സ്നേഹിക്കായിരുന്നു. അതിന് നമ്മളവൻ്റെ ആ വീതം പിടിക്കാനല്ലല്ലോ വന്നത്. അവൻ എന്ത് പറ്റിയെന്നറിയാനല്ലേ? അതെ, അതറിയാൻ തന്നെയാണ് വന്നത്. അപ്പം നമ്മളിവിടുത്തെ ഓരോ മുക്കും മൂലയും പരിശോധിക്കും. എന്നാ നീ പരിശോധിക്കേ. ഞാൻ ഈ ബുക്കും താഴെ വെക്കട്ടെ കേട്ടോ. കൈ കഴിക്കാൻ വെക്കുന്നില്ല. ഒടുവിൽ തിരിച്ചു വന്നല്ലേ? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ സംഭവിക്കില്ല. നീ പറഞ്ഞ എവിടെയായിരുന്നു ഇത്ര നേരം? അത് ഞാനെവിടെയാണ്? നിങ്ങൾക്കെന്നാ? നിങ്ങളെന്തിനാ എപ്പോഴും എന്റെ പുറകെ നടക്കണേ? അതെ, ഇത്രയും നേരം ആ ജോമിയും ടോമിയും കൂടെ ലാസർ അന്വേഷിച്ചും കൂടെ മുഴുവൻ നടക്കുമായിരുന്നു, അറിയാമോ? അത് ആ പ്രിന്റ് ഔട്ടിന്റെ കാര്യത്തിന് വേണ്ടിയേക്ക് ഞാൻ ആ പ്രിന്റ് ഔട്ട് എടുത്ത കടയിൽ വെച്ചിട്ടാണ്. അപ്പോഴാണ് ടോമി പ്രിന്റ് എടുക്കാണ്ട് പെൻഡ്രൈവ് കൂടെ കടക്കുന്നത്. അപ്പൊ ആ കടക്കാരൻ അവനെ കൊടുത്തുവിട്ടുണ്ടെന്നേ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവരെ അറിയിക്കാനുള്ള ഒരു മര്യാദ ഇല്ല. അതെ, മര്യാദ? നിങ്ങൾ ആരെങ്കിലും എന്റെ അടുത്ത് ഒരു മര്യാദ കാണിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് കിട്ടാത്ത മര്യാദ ഞാൻ ഇതിനെ തിരിച്ചു തരണേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ? പിന്നെ എങ്ങനെയൊക്കെ ഞാൻ പറയണ്ടേ? ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. അല്ല, ആഗ്രഹിച്ചൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ അതിന്റെ പരിഭവവും പരാതി ഞാൻ നിങ്ങളുടെ എപ്പോഴും പറഞ്ഞോ? ഇല്ലല്ലോ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എല്ലാവരും കൂടി എന്റെ നെഞ്ചത്തേക്ക് കയറി എന്റെ മനസ്സിൽ കിടന്ന കാര്യങ്ങളൊന്നും വലിച്ചു പുറത്തേക്കിടല്ലേ. എന്തോ ഗൗരവമുള്ള കാര്യമാണ് കേട്ടോ. എനിക്കും അങ്ങനെ തന്നെ തോന്നണേ. ലാസറിന്റെ മനസ്സിനെ എന്തോ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതെന്തായാലും നമ്മൾ കണ്ടുപിടിക്കണം. ഉടനെ തന്നെ അത് പരിഹരിക്കുകയും വേണം. അതെ, ജൂട്ട് പോലെ കവ്വ കാട്ടി. എന്നുവെച്ചാൽ എല്ലാം ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്. ഇതാ നോക്ക്, കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നേരത്തെ എടുത്തുന്ന ആ ലാസർ വിളിച്ച് പറഞ്ഞ് നമ്മളെ വെറുതെ സമയം കളഞ്ഞു. ഇതിപ്പോ പ്രിന്റ് എടുക്കാൻ വേണ്ടി താഴത്തെ കടയിൽ പോയപ്പോഴല്ലേ അറിയണേ ഓൾറെഡി അവൻ വന്ന് പ്രിന്റ് എടുത്തെന്ന്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അതിനെ നമ്മളിപ്പോൾ എന്ത് ചെയ്തേനെ?
ഞാൻ കണ്ടിടത്തോളം അവന്റെ പെരുമാറ്റത്തിൽ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. എടാ എനിക്കും അത് തോന്നി. എക്സ്ക്യൂസ് മീ. എന്താണ്? എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യമാണോ? ഞങ്ങൾ കുറച്ച് തിരക്കിലാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയണം പ്ലീസ്. അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അതുകൊണ്ടല്ലേ ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ ലാസറിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് മനസ്സിലായി. നമ്മൾ ഇപ്പൊ അതിനെ പറ്റി സംസാരിച്ചേ ഉള്ളൂ. എന്നിട്ട് നിങ്ങളൊന്നും ചെയ്യുന്നില്ലേ? ഇല്ല, അവൻ ഏതൊക്കെ വരെ പോകുന്നെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അതിനിടയിൽ എന്തെങ്കിലും ഒരു കണ്ണന്തിരിവ് കാണിച്ച് അത് ഞങ്ങൾ പൊക്കും, അവനെ കൈയോടെ തിരിച്ചിട്ടെന്ന് പറഞ്ഞുണ്ട്. പക്ഷെ അതല്ല, ലാസ്റ്റിന്റെ അടുത്ത് സംസാരിച്ചിട്ട് അവന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നില്ലേന്ന്. ചേടാ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമല്ലേ അവൻ. അപ്പൊ അവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം കാണിച്ചുകൂടെ? പിന്നെ നമ്മളെ പപ്പമാര് പറഞ്ഞു വിട്ട ചാരനാണവൻ. അവന്റെ കാര്യത്തിൽ കയറി ഇടപെട്ടിട്ട് വേണം കൂടുതൽ പണി ഞങ്ങൾക്ക് കിട്ടാൻ. സത്യം. അത് തന്നെയാ ഞങ്ങളും പറയാൻ വന്നേ. നിങ്ങളുടെ പപ്പമാരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടപ്പോ മറുത്തൊരു വാക്ക് പോലും പറയാതെ ഇങ്ങോട്ട് വന്നവൻ അവൻ. അത് മാത്രമല്ല, ഇവിടെ കിടന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടുത്തെ എല്ലാ പണിയും ചെയ്ത് ഓടി നടക്കാം. ഇതൊന്നും പോരാഞ്ഞിട്ട് അവന് വേണമെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ഉഴപ്പായിരുന്നു. നിങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് എന്തായാലും അവൻ അപ്പം കിട്ടിയാണ്. പക്ഷെ അവൻ അതൊന്നും ചെയ്തില്ലല്ലോ. ഇത്ര ആത്മാർത്ഥതയുള്ളവരൊക്കെ കിട്ടാൻ കുറച്ച് പാടാട്ടോ. ശരിയാ, ആത്മാർത്ഥതയുള്ള പണിക്കാരെ കിട്ടാൻ ഭയങ്കര പാടാണ് ജോമി. നല്ല ആത്മാർത്ഥമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, ഈ ഓഫീസിൽ പണിക്കെടുക്കാനാണ്. ഓ, ആ ഗ്യാപ്പിൽ ഞങ്ങൾക്ക് ഇട്ട് വെച്ചതായിരിക്കും അല്ലേ? കുഴപ്പമില്ല, ഞങ്ങൾ പറഞ്ഞ കാര്യം പരിഗണിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പരിഗണിച്ചാൽ മതി. എന്ത് പണി? എന്ത് പണി പരിഹരിക്കണ്ട കാര്യമാണ് പറഞ്ഞത്. ഓ, നിങ്ങൾ കൂടുതലൊന്നും ചെയ്യണ്ട. അവന്റെ പ്രശ്നം എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിച്ചറിഞ്ഞാൽ മതി. അത് പരിഗണിക്കാൻ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്തു കൊടുക്കും. അവന്റെ മനസ്സിനെ കാര്യമായിട്ട് എന്തോ ബാധിച്ചിട്ടുണ്ട്. താഴെ ക്യാപിറ്റീരിയൽ ഇരുന്നിട്ട് ആരോട് ഫോണിലൊക്കെ സംസാരിച്ചിരുന്ന് കരയുന്നു ഞങ്ങൾ രണ്ടുപേരും കണ്ടതാ. അല്ലേ മീനു? അതെ അതെ. പിന്നെ നമുക്ക് ഈ ലോകത്ത് എല്ലാവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വരുത്താനൊന്നും സാധിച്ചെന്ന് വരില്ല. പക്ഷെ ഒരാളുടെയെങ്കിലും മുഖത്തെ കണ്ണീര് അത് തുടച്ചു കളയാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അതല്ലേ ലോകത്തെ ഏറ്റവും വലിയ കാര്യം. ഷിബുദിനും അല്ല, ജസ്റ്റ് ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേ പറ്റുകയാണെങ്കിൽ ചെയ്ത് കൊടുത്തേക്ക്. നമ്മൾ അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റിയോ? ഒരു പറഞ്ഞതിന് കാര്യമുണ്ടടാ. സംഭവം നമ്മളെ പപ്പമാര് പറഞ്ഞിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവൻ്റെ അടുത്തൊരു കലിപ്പ്. അല്ലാതെ അവനായിട്ട് നമുക്കിട്ടൊന്നും പണിഞ്ഞിട്ടില്ല. സത്യദേവ ഒരു ആത്മാർത്ഥതയുള്ള പണിക്കാരനാണ്. ഞാൻ പറയണതേ, നമുക്ക് അവൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റണമെങ്കിൽ പരിഹരിച്ചു കൊടുത്തൂടെ? അതിനിപ്പോൾ കാശിൻ്റെ കാര്യമാണെങ്കിൽ നമുക്കതങ്ങ് പരിഹരിച്ചു കൊടുക്കാം. ഞാൻ പറയുന്നത്, നമ്മൾ അവൻ്റെ പ്രശ്നം പോയി ചോദിക്കുന്നു, എന്നിട്ട് പരിഹരിക്കുന്നു. വലിയൊരു പ്രശ്നം പരിഹരിച്ച സന്തോഷത്തിൽ നമ്മൾ ആ എഗ്രിമെൻ്റ് ഒപ്പിടുന്നു. ശുഭം. നല്ല കാര്യം, നല്ല കാര്യം. എന്നാ പിന്നെ കൈവിടാതെ ചെയ്യാം. വാ വാ. എടാ, എസ്എമ്മ ഡയലോഗ്, ചെത്ത് സാധനം. എന്നാലും എൻ്റെ രേഷ്മ, ഇതൊക്കെ നീ എങ്ങനെ ഒപ്പിക്കുന്നു? എന്ത് ഈ ഡയലോഗൊക്കെ ഈ ലോകത്തുള്ള എന്താ കണ്ണീര് തുടയ്ക്കാനുള്ള നല്ലതായിരുന്നു. അതോ, ഇന്ന് രാവിലെ കുറച്ച് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ 90s വസന്തങ്ങളുടെ കുറച്ച് പേജിലൊക്കെ കയറി ഒന്ന് നിറയായിരുന്നു. അപ്പം അതിലെ റീൽസിൽ നിന്നൊക്കെ കിട്ടിയതൊക്കെ വെച്ചൊന്ന് അടിച്ചു മാറ്റിയതാ. ഓ, അതെ, നിങ്ങൾ പറഞ്ഞതൊന്ന് ഇരുത്തി ചിന്തിച്ചപ്പോഴേ അതിൽ കാര്യമുണ്ടെന്ന് തോന്നി. അപ്പം നമുക്ക് ആ ലാസറിൻ്റെ പ്രശ്നം അങ്ങ് പരിഹരിക്കാം. എന്താ? അവനിപ്പോൾ എവിടെ ഉണ്ട്? ബാ, ഞാൻ കാണിച്ചു തരാം. മറി മറി വേണ്ട, ഞാനും പോട്ടെ, എനിക്കും അറിയാം ഇവിടെ. അതെന്താ, പ്രിന്റ് ഔട്ട് എടുത്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കണ്ടില്ലേ, ഇത്ര വിഷമിച്ചിരിക്കുമ്പോഴും കൂടെ അവൻ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്ത. സച്ച് എ ഗ്രേറ്റ് ഗായ്. എന്താണ് ലാസർ ഇതിൻ്റെ പ്രശ്നം? നീ പറ, നമ്മൾ പരിഹാരം ഉണ്ടാകും. എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നീ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയൊന്നും വേണ്ട. നീ ഇവിടെ ആരുടെ ഫോണിൽ സംസാരിച്ച് മെഴുവിയെന്ന് പിള്ളേരും ഒന്ന് പറഞ്ഞു കാര്യം പറഞ്ഞു. അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഓഹോ, എടാ, നമ്മൾ ഈ പ്രായത്തിൻ്റെ ഇടയിൽ കാണാത്ത പ്രശ്നങ്ങളില്ല. നീ പറ, നമ്മൾ പരിഹാരം ഉണ്ടാക്കാം. നീ ഹേർട്ട് ചെയ്തത് നമ്മുടെ ഈഗോ ആണ്. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പരിഹരിച്ചു. കാശിന്റെ പ്രശ്നം പറ.
എന്നാ ഞാൻ പറയട്ടെ പറയ്. ആ. അങ്ങനെയാണെങ്കിലേ ഞങ്ങളുടെ നാട്ടിലെ പള്ളി പെരുന്നാളിന് വേണ്ടി പ്രതീക്ഷണത്തിന് ആന ഇറക്കുന്ന ഒരു ഐഡിയ ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞത്. അപ്പൊ അവര് 2-3 പേര് എന്നോട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ കാര്യത്തോടൊപ്പം അവന്മാർക്ക് എന്നെ കാല് വരും. അവന്മാർക്ക് പിരിവിന് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പൊ അത്ര നിർബന്ധമാണ് ഈ റോബോട്ട് ആനേനെ ഇറങ്ങാൻ പറഞ്ഞു. ആനേനെ ഇറക്കുന്ന സ്ഥലത്ത് ആന തന്നെ വേണ്ടേ? ഒരു പ്രദർശനത്തിന് ആനേനെ ഇറങ്ങണേ മിനിമം 5 തൊട്ട് 10 ലക്ഷം രൂപ ചെലവാകും. ഇതിപ്പോ അവന്മാര് പിരിവിന് ഇറങ്ങാത്തോണ്ട് നമ്മുടെ ഈ കാശില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കായെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇനിയിപ്പോ അങ്ങനെയല്ലോ, നിങ്ങളെന്നെ സഹായിക്കില്ലേ? നിങ്ങളല്ല ആദ്യം പറഞ്ഞ കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന്. അതും പറഞ്ഞ കാര്യമല്ലോ, നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് പറ്റൂ. അയ്യോ നിങ്ങളെങ്ങനെ പറയില്ല, എന്റെ കൈ വിടരുത് പ്ലീസ്. ഞാൻ ഇപ്പൊ തന്നെ നാട്ടിലേക്ക് വിളിച്ച അല്ല ഞാൻ പറഞ്ഞേക്ക്, ഞാൻ ഇപ്പൊ തന്നെ നാട്ടിലേക്ക് വിളിച്ചിട്ടെ 10 എണ്ണം പറയണ്ട. സുന്ദര അയ്യോ എനിക്ക് കുറെ എന്തൊക്കെയോ ജോലി ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ ശരി രേഷ്മ രാവിലെ സിസ്റ്റത്തിന്റെ പാസ്വേഡ് മറന്നു എന്ന് പറഞ്ഞു. ഞാനൊന്ന് നോക്കിയിട്ട് വേഗം വരാവേ. ഇതൊരു മാതിരി വേലി കിടന്ന ലാസറിനെ എടുത്ത് ചെട്ടിക്കകത്ത് വെച്ചെന്നല്ലേ. ഓ സെയിം ഫീലിങ്സ് മച്ചാ. ഒരു ആനയ്ക്ക് 10-15 ലക്ഷം രൂപയാവോ? നീ കിടന്നോടാ, അത്ര വേണ്ട. കമ്പനി വിറ്റാ കിട്ടൂല. ഞാൻ പപ്പയുടെ അടുത്തും ചോദിക്കൂല. നമ്മൾ ആനയായിട്ട് പോവാ, കുഞ്ഞിന് നിൽക്കാൻ പറ്റൂല.